എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥയാണ്. ഇത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്കറിയാം. ഇന്ത്യൻ ഫുട്ബോൾ വളരെ നാണം കെട്ട ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ നോർമലി ഫിലോസഫേഴ്സ് പറയുക, ഒരു നല്ല നേരവും ചീത്ത നേരവുമാണ് നമുക്കുള്ളതെന്നാണ്. ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ വളരെ ഡാർക്കായിട്ടുള്ള ഒരു ചീത്ത നേരത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മോശം പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എത്രയും മോശം പെർഫോമൻസ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ ഞാൻ പറയട്ടെ, ഈ ഒരു മനുഷ്യൻ കല്യാൺ ചൗബയെ പറ്റി പറയാതിരിക്കാൻ വയ്യ. ഇയാളെന്തൊക്കെയോ മലമറയ്ക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അധികാരത്തിൽ വന്നത്. ഇയാളൊരു BJP പഹയനാണെന്നുള്ളതാണ്. അത് വോട്ട് ചോരികൾ, അവരാണ് ചാണകത്തിൻ്റെ ടീംസാണ് ഈ പറഞ്ഞ കല്യാൺ ചൗബയൊക്കെ. ആ ഒരു വകയിൽ പാർട്ടിയുടെയൊക്കെ ഒരു PR വർക്ക് കാരണം അധികാരത്തിൽ കിട്ടിയ പഹയനാണ് ഈ കല്യാൺ ചൗബെ എന്ന് പറഞ്ഞ ചങ്ങായി. ഇയാൾ വന്ന് കുളം തോണ്ടി ഇന്ത്യൻ ഫുട്ബോളിനെ എന്നുള്ളതാണ് ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്. ഇയാളെക്കാളും കൂടുതൽ പവർ ഇയാളെ കൂടെ നിൽക്കുന്ന തെണ്ടികൾക്കാണെന്നുള്ളതാണ്. ഇയാളൊരു തെണ്ടി, കൂടെ നിൽക്കുന്നവന്മാരും അതിനും ഡാഡിലെസ്സായ ആൾക്കാരാണ്. അവരാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. നമുക്കറിയാം, ISLൻ്റെ കാര്യം തന്നെ അറിയാം. ഇത് കാരണം ഉണ്ടാകുന്ന കോൺസിക്വൻസ് അവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പെർഫോമൻസ് അവിടെ കിടക്കട്ടെ. ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പെർഫോമൻസിൻ്റെ പ്രശ്നത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ യങ്സ്റ്റേഴ്സിന് യാതൊരു രീതിയിലുള്ള പരിഗണനയും ഇവിടെ കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ്. കിളവനായിട്ടുള്ള വയസ്സൻ പ്ലേയേഴ്സിനെ പാലൂട്ടി വളർത്തുന്ന ഒരു ടീമായി മാറി ഇന്ത്യൻ ഫുട്ബോൾ ടീം എന്നുള്ളതാണ്. ഖാലിദ് ജമീൽ എന്ന് പറഞ്ഞ കോച്ചിനെയും ഇതിൽ പഴി വരേണ്ടിയിരിക്കുന്നു. ഒരു രീതിയിൽ നന്നായി കളിക്കാത്തവരെ വീണ്ടും സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണുള്ളത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലായി കാണും. യങ്സ്റ്റേഴ്സിന് യാതൊരു രീതിയിലുള്ള പരിഗണനയും ഇന്ത്യൻ ഫുട്ബോളിൽ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് കളിക്കാനുള്ള അവസരം കിട്ടുന്നില്ല. മാത്രമല്ല, ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഖാലിദ് ജമീലിൽ മോശം പെർഫോമൻസ് കളിക്കുന്നവരെയൊക്കെ വീണ്ടും എടുത്ത ടീമിലിടും. യാതൊരു കാര്യമില്ല. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ റാങ്കിങ്ങും ഒക്കെ താഴുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇവർ ഈ പഹയൻ കല്യാൺ ചൗബെ തെണ്ടി പണ്ടാറക്കാരെ ഇന്ത്യൻ ഫുട്ബോളിനെ കുളം തോണ്ടിയിട്ടേ പോകുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ പുള്ളിക്കാരൻ വന്ന സമയത്ത് 2047 വിഷനാണ് പറഞ്ഞത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 2047 അല്ല, 5000 വർഷം കഴിഞ്ഞാലും ഈ ഇന്ത്യൻ ടീമും എവിടെയും എത്തില്ല. ഇതുപോലെ ഇതിനും അധംപതിച്ച് കിടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇതൊക്കെ മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം മര്യാദയ്ക്ക് ലീഗ് നടത്തുക. അതാണ് ഒന്നാമത് വേണ്ടത്. ഈ ലീഗിൻ്റെ പ്രശ്നം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇന്ത്യൻ ഫുട്ബോൾ ടീം കളിച്ചില്ലെങ്കിലും ഇന്ത്യൻ ഫുട്ബോൾ പ്ലേയേഴ്സിനൊരു അവസരം വേണമല്ലോ. അതിനായിട്ട് ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് ഇവിടെ ഫസ്റ്റ് ഡിവിഷൻ ലീഗ് ഇവിടെ നടക്കേണ്ടിയിരിക്കുന്നു. അതുപോലും നടത്താൻ പറ്റാത്ത തെണ്ടികളാണ് ഇവിടെ ഇന്ന് അധികാരത്തിലിരുന്ന് കൊണയടിക്കണമെന്നുള്ളതാണ് ഈ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ. ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യൻസ് സംസാരിച്ചോ? ഞാൻ കണ്ടിട്ടില്ല. വളരെ കുറഞ്ഞ ആൾക്കാരെ സംസാരിച്ചുള്ളൂ. അതാണ് ഇവിടുത്തെ രാഷ്ട്രീയം, മനസ്സിലായില്ലേ? അനാവശ്യമായിട്ട് ഇപ്പോൾ മെസ്സിയുടെ കാര്യത്തിൽ തന്നെ, മെസ്സി വരില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടി. ഒരു കൂട്ടർ പറയുന്നത് മെസ്സി വരും, മറ്റേ കൂട്ടർ പറയുന്നത് മെസ്സി വരില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സമരവും അതും ഇതൊക്കെ ആയിട്ട്. ഇവിടെ ഏതെങ്കിലും ഒരുത്തൻ ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടി സംസാരിച്ച് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഈ അവസ്ഥയെപ്പറ്റി സംസാരിക്കുന്ന ആരും കണ്ടോ? ISLനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഒരു ഫസ്റ്റ് ടയർ ലീഗിനുള്ള അവസ്ഥയാണ്. ഇതിലും ഗതികെട്ടൊരവസ്ഥ മറ്റൊരു രാജ്യത്ത് പാകിസ്ഥാൻ ലീഗിൽ പോലും ഉണ്ടാവില്ല. അത്രയും അധംപതിച്ചു. ബംഗ്ലാദേശൊക്കെ എത്രയോ നമ്മളെക്കാൾ മുന്നിലോട്ട് പോയി. ബംഗ്ലാദേശൊക്കെ ഇന്ത്യയെ മറികടന്ന് ഫുട്ബോളിൻ്റെ കാര്യത്തിൽ. ഇന്ത്യയാണ് ഇവിടെ എപ്പോഴും ഈ ഡാർക്ക് ലെവലിൽ കിടക്കുന്നത്. ഇന്ത്യ വളരുന്നില്ല. വളരണമെങ്കിൽ ഇവിടുത്തെ മാനേജ്മെൻറ്റും എല്ലാം മാറണം. സിസ്റ്റം തന്നെ മാറണം. ടാലൻ്റ് ഉള്ളവരൊക്കെ ഇന്ന് ഈ രാജ്യം വിട്ടിട്ട് മറ്റ് അബോർഡിലും അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് അവരുടെ ഫാമിലി പ്രഷർ കാരണം പുറത്തേക്ക് പോവുക. ഫുട്ബോളിന് കഴിവുള്ള എത്രയോ 90s കാലഘട്ടത്തിൽ ജയിച്ചിരുന്ന ഞാനൊക്കെ 2K കേട്ടോ. ഞാൻ 2010 ജനിച്ചത്. പക്ഷെ എനിക്കറിയാം 90കളിൽ ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഒക്കെ ആഗ്രഹമുള്ളവരുണ്ടായിരുന്നു. എസ്പെഷ്യലി ഫുട്ബോൾ പ്ലേയേഴ്സ്. ക്രിക്കറ്റ് പ്ലേയേഴ്സിന് പിന്നെയും മെച്ചപ്പെടാവുന്ന ഒരു മണ്ണാണ് ഇന്ത്യൻ മണ്ണെന്ന് പറയാം. പക്ഷേ ഫുട്ബോൾ പ്ലേയേഴ്സ് ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ആരും പരിഗണിക്കൂല, മനസ്സിലായല്ലോ? അപ്പം ഒരുവിധപ്പെട്ട പ്ലേയേഴ്സൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്,
ഇവിടുന്ന് ആ കഴിവുള്ളവരൊക്കെ ഫാമിലിയുടെ പ്രഷർ കൊണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഗൾഫിലേക്കും അവിടേക്കും ഇവിടേക്കൊക്കെ പോയി അവരുടെ ജീവിതം അവരുടെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന രീതിയിലായിട്ടുണ്ട്. സോ അവരെന്തായാലും നമുക്ക് ഇനി വളർത്തി കൊണ്ടുവരാൻ കഴിയില്ല, കാരണം അവർക്കൊക്കെ ഏജഡായി. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി വരുന്ന തലമുറയ്ക്ക് അത് കൃത്യമായി തന്നെ ഇന്ത്യൻ ഫുട്ബോൾ വളർത്തുക എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, 1.5 ബില്യൺ ആൾക്കാരുള്ള ഈ രാജ്യത്ത് ക്രൊയേഷ്യ നമ്മൾ ഉദാഹരണമായി കാണാം. കേരളത്തിൻ്റെ അത്ര പോലും ജനസംഖ്യ ഇല്ലാത്തൊരു രാജ്യം. ആ രാജ്യത്ത് നിന്ന് ലോകകപ്പ് ഫൈനൽ വരെ 2018 ലോകകപ്പ് ഫൈനലെത്തുന്ന കണ്ടു ക്രൊയേഷ്യ. അത്രയും ജനസംഖ്യ കുറഞ്ഞ് കഷ്ടപ്പാടുകളുടെ പരകോടിയിൽ നിന്നൊരു രാജ്യമാണ്, അവരാണ് ഫൈനലിലെത്തിയത്. അപ്പോൾ ഈ 1.5 ബില്യൺ ആൾക്കാർ ജീവിക്കുന്ന ഇന്ത്യയിൽ നിന്ന് ഒരു നല്ലപോലെ കളിക്കുന്ന 11 പേരെ കണ്ടെത്തുക എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അത്രയും വലിയ കാര്യമാണെന്ന്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇവിടെ അക്കാഡമികളൊക്കെ ഉണ്ട്. അക്കാഡമികൾ ഇനിയും ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അല്ലാതെ പുട്ടടിച്ച് ലോകം ചുറ്റി നടക്കുന്നതല്ല, മെലഡി വാങ്ങിച്ചു കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. സോ എല്ലാവർക്കും ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞെന്താണെന്ന് മനസ്സിലാക്കണം, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ വളരെ മോശമാണ്, ഗതികെട്ടൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ ലീഗ് മര്യാദയ്ക്ക് നടത്തുക എന്നുള്ളതാണ്. ISL മര്യാദയ്ക്ക് നടത്തണം എന്നുള്ളതാണ്. ISL നടന്നില്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളൊക്കെ സ്വപ്നം കാണുന്നവരൊക്കെ ഉണ്ട്. ഞാനടക്കം ഇതിന് സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ ഞാൻ അവിടെ അത്രയും എത്തും എന്നല്ല പറഞ്ഞത്. നമുക്ക് ഡ്രീമുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഈ കളിക്കണം എന്നുള്ളൊരു ഡ്രീം ഉണ്ടാവുമല്ലോ. ഇപ്പം ഈ പറഞ്ഞ തന്നെ വളരെ ചെറിയ കുട്ടികളൊക്കെ, അവരൊക്കെ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ISL സ്വപ്നം കാണുന്നവരാണ്. അവരുടെയൊക്കെ ഒരു ഇതാണ് തകർന്നു പോകുന്നത് ഈ ഫസ്റ്റ് ടയർ ലീഗ് ഇല്ലാണ്ടായി പോകുമ്പോൾ. അത് മനസ്സിലാക്കണം നിങ്ങൾ. ഇത് ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ്. അത് ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് കഴിയുമെങ്കിൽ നിങ്ങൾ പൊളിറ്റീഷ്യൻസിന് ഇത് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ പൊളിറ്റീഷ്യൻസിൻ്റെ കാര്യം നമ്മൾ പറയില്ല, അവരൊക്കെ ഒന്ന് പ്രതികരിക്കണം. ഇപ്പം അറ്റ്ലീസ്റ്റ് ഒന്നും നടക്കൂലെങ്കിലും ജസ്റ്റ് പ്രതികരിച്ചിടണമെന്നുള്ളതാണ്. സോ എനിക്ക് ഉറപ്പാണ് നമ്മൾ ഈ പറയുന്ന ഓപ്പോസിറ്റുള്ള ഓപ്പോസിറ്റ് പാർട്ടീസ് ഒന്ന് ഇളക്കിയാൽ ഈ പ്രശ്നം കുറച്ച് നമുക്ക് ഉയർത്തി ഹൈപ്പാക്കി കൊണ്ടുവരണം എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രശ്നം സോൾവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അത് നമ്മൾക്ക് പറ്റുന്നില്ല. നമുക്ക് ഇതിനേക്കാളും ചെറിയ പ്രശ്നങ്ങൾ, ഇപ്പോൾ അമ്പലത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ വലിയ ചർച്ചാ വിഷയമാവുന്നെങ്കിൽ ഇത്രയും ഗൗരവമുള്ള ഈ ഒരു പ്രശ്നം എന്തുകൊണ്ട് വലിയൊരു വിഷയമാവുന്നില്ല? ഇത് വെറും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലമായിട്ട് മാത്രം പോകുന്നു എന്നുള്ളതാണ്. സോ എന്തായാലും ബൈ ഗൈസ്, ഇത്രയേ ഉള്ളൂ പറയാൻ. ഇനിയും കാര്യങ്ങളുണ്ട്. ഓരോരുത്തന്മാരുടെയും മുഖംമൂടി അയച്ച് തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇയാൾ മാത്രമല്ല, ഇയാളെ കൂടെ എണ്ണം കുറേ ഉണ്ട്. സോ ഇവർ മൊത്തം പൊളിറ്റിക്സാണ് കളിക്കുന്നത്. ഇവിടെ നമ്മളെ പറ്റിക്കാന്നേ പറയാനുള്ളൂ. സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. സോ ബൈ.